സജോ, ഇപ്പോൾ MP ഗോവിന്ദൻ പോലും രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അവിടെയാണ് അത് കോൺഗ്രസ് എടുക്കേണ്ട ഉചിതമായ തീരുമാനമാണ് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടായിട്ട് ഉള്ള വിശദീകരണമായിട്ട് കാണാൻ കഴിയും. സ്മൃതി, ഇക്കാര്യത്തിൽ CPM സ്വീകരിക്കുന്ന നിലപാട് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അതായത് കോൺഗ്രസ് അതിന്റെ സ്വയം അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാഹുലിന്റെ MLA പദവിയിൽ നിന്നുള്ള രാജി ആവശ്യപ്പെടുകയാണ് വേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതായത് ഈ കാര്യത്തിൽ കുറച്ചൊരു മയപ്പെടുത്തിയ നിലപാട്, അതേസമയം തന്ത്രപരമായ നിലപാട് CPM സ്വീകരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. രാജി എന്നത് പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ധാർമ്മികമായി കോൺഗ്രസ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാജി വെപ്പിക്കുകയാണ് വേണ്ടത് എന്ന നിലപാട് അങ്ങനെ സ്വീകരിക്കുന്നു. രാജി വെക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോഴും അതൊരു രാഷ്ട്രീയ ആവശ്യം എന്ന നിലയ്ക്ക് ഉന്നയിക്കാതെ, എന്നാൽ രാജി ആവശ്യം ഇനി പറയുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടാകാതിരിക്കുന്നതിന് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. അതായത് വലിയ തോതിൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി എല്ലാ സാധ്യതകളോടും കൂടി ഉപയോഗിക്കുക എന്ന സ്വാഭാവികമായും ഏതൊരു എതിർ രാഷ്ട്രീയ ചേരിയും സ്വീകരിക്കുന്ന ലൈൻ തന്നെയാണ്. പക്ഷേ അതിനെ CPM വിശദീകരിക്കുന്നത് കുറെ കൂടി വ്യത്യസ്തമാണ് എന്നത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. രാജ്യ ആവശ്യമാണ്. അത് പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് അവർക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സാധാരണ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമല്ല. മുകേഷ് MLAക്കെതിരെയും സമാന ആരോപണം ഉണ്ടായപ്പോൾ ഇങ്ങനെ രാജിവെപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് CPM എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും പ്രേക്ഷകർ കേട്ടതാണ്. അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു പരാതിയോ അതിന്റെ ശരിതെറ്റുകളോ തെളിയിക്കുന്നതിനപ്പുറത്ത് രാഹുലിന്റെ കാര്യത്തിൽ ആരോപണങ്ങളുടെ ശരവർഷം തന്നെ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. അതിൽ പരാതികളുടെ ആവശ്യം പോലുമില്ലാതെ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന പശ്ചാത്തലത്തിൽ പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നു, ഇദ്ദേഹത്തിന് ഇനി പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾക്ക് പ്രതിപക്ഷ നേതാവിന് അടക്കം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും പദവികളും അതിന്മേൽ ഡബിൾ പ്രൊമോഷനും ലഭിക്കുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയും മറുപടി പറയേണ്ട, രാഷ്ട്രീയമായി അല്ലെങ്കിൽ ധാർമ്മികമായി മറുപടി പറയേണ്ട ഒരു വിഷയമാകുന്നു എന്ന നിലയ്ക്ക് ഇതിനെ വിശാലമായ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാക്കി തന്നെ CPM മാറ്റുന്നുണ്ട്. അത് കേവലമായ ഒരു രാജി ആവശ്യത്തിൽ ചുരുക്കാതെ അതിനെ കോൺഗ്രസിനെതിരെ ഒന്നാകെ തിരിച്ചുവിടുക, പ്രതിപക്ഷ നേതാവിനെതിരെ തിരിച്ചുവിടുക, രാഹുലിനെതിരെ മാത്രം ലക്ഷ്യം വെക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഈ ആരോപണങ്ങളെയും വിവാദങ്ങളെയും തിരിച്ചുവിടുക എന്നത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കേവലമായി ഈ രാജി ആവശ്യം എന്നത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കമ്പയർ ചെയ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് കുറെ കൂടി കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരെ തന്നെയുള്ള, പ്രതിപക്ഷ നേതാവിന് തന്നെ നേരെയുള്ള ആക്രമണമായി അത് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. അതുവഴി അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടുന്നുണ്ടാകുമെന്ന് മാത്രമല്ല വലിയ വിവാദം തന്നെയാണ് ഉയർന്നത്. ധാർമ്മികമായി കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഉറപ്പായും അതിനെ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് CPM കാണുന്നത്. ആ നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസ്തുത, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഓഫീസിലേക്ക് അടക്കം DYFI പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധം നടത്തുന്നതും കണ്ടു. സമാന രൂപത്തിൽ ആ നിലയ്ക്ക് കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഈ വിവാദങ്ങളെ വഴിതിരിച്ചു വിടുക എന്ന ഒരു ലൈനാണ് CPM സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശരി സജോ, ദേവസ്യാണ് വിവരങ്ങൾ നൽകി.